ഇബാദത്താക്കിയവരെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമികമായ നമസ്കാരവും അതേപോലെയുള്ള ഇബാദത്തുകളിലുമൊക്കെ കണിശത പുലർത്തി ജീവിച്ച ഒരു ശുദ്ധരായ മുൻതലമുറ, ആ തലമുറക്ക് ശേഷം ലോകത്ത് ഒരു പിഴച്ച തലമുറ വന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം അവരുടെ പിന്നിലായി മറ്റൊരു തലമുറ വന്നു. ആ തലമുറയുടെ പ്രത്യേകത അളാഉസ്സലാ, നിസ്കാരത്തെ അവർ നഷ്ടപ്പെടുത്തുന്നു, നമസ്കരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. വത്തബഉശ്ശഹവാതി, നമസ്കാരത്തിൽ നിന്ന് അവരെ തടയുന്നത് അവർക്ക് ദേഹത്തിന്റെ ചില ഇച്ഛകളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്, ചില അഭിലാഷങ്ങളുണ്ട്. അതിന്റെ പിന്നാലെ പോകുമ്പോ നിസ്കാരത്തിൽ കൃത്യത ശ്രദ്ധിക്കാൻ എങ്ങനെ കഴിയും? അവരുടെ ചില മനസ്സിന്റെ തോന്നലുകളും മനസ്സിന്റെ ചില ആഗ്രഹങ്ങളുമൊക്കെ നിവർത്തിക്കാനുള്ള പരിപാടികളിൽ ഏർപ്പെടുമ്പോ പിന്നെ നിസ്കാരം അവർക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? അതുകൊണ്ടാണ് അവരെ പറ്റി ഖുർആൻ പറയുന്നത്